നീ അത് വെറുതെയാക്കല്ല, അതിന്റെ തവാബ് അവർക്ക് നൽകണേ അള്ളാഹ്, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ നാഥാ. അതുപോലെ തന്നെ രണ്ട് സഹോദരികൾ ഓരോ ഖത്തം ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ജാഹ് ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് ലോക അവസാനം വരെ ഒരു മാറ്റ തിരുത്തലുകളും കൂടാതെ അള്ളാഹു ഏറ്റെടുത്ത ആ ഖുർആനിന്റെ അത് ഓതി തീർത്തതിന്റെ ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരിമാരുടെ ഖൽബിലുള്ള മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ, ആമീൻ. അതുപോലെ തന്നെ പ്രവാസികളുടെ കടയിൽ കച്ചവടം ഉണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു ആ സഹോദരങ്ങളുടെ ജോലിയിലും അവരുടെ കച്ചവടത്തിലും അതുപോലെ കടയിലൊക്കെ അല്ലാഹു വലിയ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ കച്ചവടത്തിലും ബിസിനസ്സിലും മറ്റു നിഖില മേഖലകളിലൊക്കെ എന്റെ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മജ്ലിസാണ് അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് ആ സഹോദരങ്ങളുടെ കച്ചവടത്തിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകി, നിന്റെ മഹാന്മാരുടെ ഹിഫ്ദ് നൽകി അനുഗ്രഹിക്കണേ അതാ. ഇന്നത്തെ മജ്ലിസിലേക്ക് ചായയും കടിയും തന്ന സഹോദരിയുടെ മുറാദ് ഹാസിലാവാൻ പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹ് ആ സഹോദരിയെ ഞങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിനക്കറിയാലോ അല്ലാഹ്. ആ സഹോദരിയുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് അവിടുത്തെ മൺമറിഞ്ഞു പോയ മാതാപിതാക്കളുണ്ടെങ്കിൽ അല്ലാഹ് അവർക്കൊക്കെ നീ ഈ ഒരു മജ്ലിസിലേക്ക് നൽകിയതിന്റെ പകരം അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ പാനീയം കൊടുപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയവരുടെയൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബർ ജീവിതം സുഖകരമാക്കി കൊടുക്കണേ നാഥാ. അതുപോലെ തന്നെ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും മൺമറിഞ്ഞു പോയവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ആ സഹോദരി എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ ഈ ഏർവാടി മജ്ലിസിൽ നടക്കുന്നതിലേക്ക് ഹദിയ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ചേരി നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ വെറുതെയാക്കല്ലേ നാഥാ. എല്ലാ രസങ്ങളും സുഖങ്ങളും ഒക്കെ ഒഴിവാക്കി മണിക്കൂറുകൾ നിന്റെ മഹാന്മാരെ ഓർക്കുന്ന മജ്ലിസിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നീ അത് ഖബൂലാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ കല്യാണം ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹ്. ഏത് ഉമ്മയാണ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊന്നു മോനാവട്ടെ, പൊന്നു മോളാവട്ടെ, ഖൈറായ ഇണതുണയെ നൽകി അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവർക്ക് എന്ത് തടസ്സമാണ് നിൽക്കുന്നതെങ്കിൽ അല്ലാഹ്, ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങൾ അല്ലാഹ്, അതുപോലെ തന്നെ അബൂദാഹിർ പാപ്പയുടെ കറാമത്ത് കൊണ്ട് അവരുടെ പൊന്നുമോൻക്ക് എത്രയും പെട്ടെന്ന് ഖൈറായ ഇണയെ നൽകി ആ ഉമ്മക്കും ഉപ്പക്കും അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ഫളാഇൽ കൊണ്ട്, ഈ മജ്ലിസിൽ ഞങ്ങൾ ചെലവഴിച്ച സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ആ പൊന്നുമോൻക്ക് ഖൈറായ ഇണയെ എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുത്ത് കുടുംബത്തിലെ റാഹത്തും സന്തോഷം സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗം ശിഫാവാൻ പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു എന്ത് രോഗമാണെങ്കിലും അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് നബിമാർക്ക് പലവിധ അസുഖങ്ങളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പരീക്ഷണങ്ങളെ കൊണ്ടും നേരിടിച്ച് ആ പ്രയാസത്തിൽ നിന്നും രോഗത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടിയ മാസമാണ് മുഹറം മാസം. അല്ലാഹുവേ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ ആജിലായ താമായ കാമിലായ പരിപൂർണമായ ശിഫാഇനെ അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലുള്ള ഒരു രോഗിയുണ്ട് അല്ലാഹ്, കാല് മുറിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മുറിക്കാതെ തന്നെ അല്ലാഹു ഏർവാടിയിൽ ആ 6666 ഏക്കറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതി മഹാന്മാർ, സുഹദാക്കൾ, മുത്തനബിയുടെ പേരമക്കൾ അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഡോക്ടർമാരുടെ വിധി പറഞ്ഞാലും നിന്റെ വിധിക്ക് അപ്പുറം ഒരു വിധിയില്ലല്ലോ അല്ലാഹ്. അവർക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും കൂടാതെ കാൽ മുറിക്കാനൊന്നും അവസരം വരുത്തി വെക്കാതെ തന്നെ നിന്റെ മഹാന്മാര് മുഖേന, ഈ മജ്ലിസിന്റെ ബറക്കത്ത് മുഖേന, ഇവിടെ ദുആ കൊണ്ട് ദ്വാരപ്പിച്ചതിന്റെ ബറക്കത്ത് മുഖേന അവർക്ക് നീ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഷാഫിയാണ്, കാഫിയാണ്, മുആഫിയാണ് അല്ലാഹ്. നീയല്ലേ രോഗം നൽകുന്നവൻ, നീയല്ലേ ശിഫ നൽകുന്നവൻ അല്ലാഹ്.
അവർക്ക് നീ അജ്ലായ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മജ്‌ലിസിലുള്ള ഓരോരുത്തരുടെ ഹൃദയാന്തരത്തിലുള്ള എല്ലാ നീറുന്ന നൊമ്പരങ്ങൾക്കൊക്കെ ശാശ്വത പരിഹാരം നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇതിൽ വായിച്ചത് കുറച്ചാണെങ്കിലും നമ്മൾക്ക് ഓരോരുത്തർക്കും എൻ്റെ മനസ്സിലുള്ളതാവില്ല മറ്റൊരാളെ ഹൃദയത്തിലുള്ളത്. പലർക്കും പല വിഷയങ്ങളായിരിക്കും. എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ റാഹത്തുള്ള സന്തോഷമുള്ള പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റാഹത്തുള്ള പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا فيه على كل حال. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم انزله المقعد المقرب عندك يوم القيامة. أرحم الرحمن يا الله. الملك الملوك يا الله. غفور غفار ما يا الله. رحمن الرحيم ما يا الله. ഞങ്ങൾ ഇത്ര സമയം ഞങ്ങൾ ഇവിടെ വെച്ച് ചെലവഴിച്ചത് നിന്റെ റിളയിലാക്കി തരണേ അല്ലാഹ്. ഇവിടെ വെച്ച് ചൊല്ലിയ മൗലിദുകൾ കബൂലാക്കണേ അല്ലാഹ്. സലാത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനുകൾ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതിഫലം നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഇരുവീട്ടിലും വിജയിക്കുന്നവരിൽ ചേർക്കണേ അല്ലാഹ്. ഇരുവീട്ടിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഇവിടെ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഖബറിലാണ്. സാധുവായ ഉമ്മയുടെ ഉമ്മയും ഉപ്പയടക്കം പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉസ്താദിന്റെ ഉമ്മയടക്കം ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ നിന്ന് പലരുടെയും ബന്ധപ്പെട്ടവർ ഈ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഈ സദസ്സുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരൊക്കെ മരിച്ച് ഖബറിലുണ്ടോ അവരെ ഖബർ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ സ്വീകരിച്ച് അതിന്റെ മിഥല സവാബിനെ അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ വിഭവങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ ഉടയാടുകൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതിയുള്ള ഖബറാളികളിൽ അവരെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളോടൊപ്പം സിയാറത്തിന് പോന്നിരുന്നവർ, ഞങ്ങളോടൊപ്പം നല്ല വാക്ക് പറഞ്ഞവർ, അല്ലാഹുവേ ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ,
ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവർ അല്ലാഹ് ഞങ്ങളുമായി ദുആ കൊണ്ട് കടപ്പെട്ട ആരൊക്കെ ഇവിടെ പറഞ്ഞ് ഖബറിലുണ്ടോ അവരെ ഖബർ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ് റാഹത്തിലാക്കണേ അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് സ്നേഹികള് സഹകാരികള് ദുആ കൊണ്ട് കടപ്പെട്ടവർ വസിയത്ത് ചെയ്തവർ ദ്വാരക്കാമെന്ന് ഞങ്ങൾ ഏറ്റവർ ഞങ്ങൾ ഉറപ്പ് കൊടുത്തവർ എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകണേ അല്ലാഹ് ഇവിടെ പറഞ്ഞ ഖബറിലുള്ളവർക്ക് നീ സ്വർഗീയ അനുഭൂതിയുള്ള ഖബറാളുകളിൽ പെടുത്തണേ അല്ലാഹ് ഞങ്ങൾക്കും ഒരു ദിവസം മരണം വരാനുണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ് ഞങ്ങള് പാവങ്ങളാണ് പാപികളാണ് ദോഷികളാണ് എന്നാലും ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലിയ മൗലിദ് ഓതിയ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആഫു നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്ത് നൽകണേ അല്ലാഹ് അർച്ചനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ് ദില്ലത്തിലാക്കല്ലേ റഹ്മാനേ അർച്ചനെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരു ഉപ്പയെ ഒരു ഉമ്മയും ഒരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരെ മക്കളെ നീ ഹായിമാക്കല്ല അല്ലാഹ് ഹൃദയാന്തരാളത്തിൽ നിരവധി മുറാദുകൾ പറഞ്ഞവരുണ്ട് ഖൈറായ മുറാദുകളെ ഹസിലാക്കണേ അല്ലാഹ് ഹസിലാക്കണേ അല്ലാഹ് പൈശാചിക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ് കുത്തുബ് സുൽത്താൻ ഒരുപാട് ശുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് ഇബ്രാഹിം ബാദ്ശാ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഹക്കീം ഡോക്ടർ ബർക്കത്ത് കൊണ്ട് അബ്ബാസ് മന്ത്രി തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ പുത്താരി തങ്ങളെ ബർക്കത്ത് കൊണ്ട് മറ്റ് ശുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നാഗൂർ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് ഹക്കീം ഡോക്ടർ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ മുത്തുപേട്ടയിൽ ശ്രമിക്കുന്ന ദാവൂദുൽ ഹകീം മുത്തഖത്തെ ഖദ്ദസല്ലാഹു സിർറുൽ ലസീ തങ്ങളെ ബർക്കത്ത് കൊണ്ട് തുബുൽ ആലം ബാദ്ശാ തങ്ങളെ ബർക്കത്ത് കൊണ്ട് സിക്കന്ദർ ബാദ്ശാ ഖദ്ദസല്ലാഹു സിർറുൽ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ മുഹറം മാസത്തിൽ സ്മരിക്കുന്ന മഹത്തുക്കളെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ശരീരത്തിലുള്ള രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് നേരത്തെ ഇവിടെ വായിച്ച കോയമ്പത്തൂരിലുള്ള സഹോദരനെ ആജിലായ ശിഫ നൽകണേ അല്ലാഹ് കാമിലായ സിഹത്ത് നൽകണേ അല്ലാഹ് പടച്ചോനെ റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും ആന്തരിക അവങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ് പെടുന്നത് ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളെ മക്കളെ തീമുകളാക്കല്ല അല്ലാഹ് ഭാര്യമാരെ വിധവകളാക്കല്ല അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും നീ ഹിഫ്ദിലാക്കണേ അല്ലാഹ് ആപത്ത് മുസീബത്തിന് തൊട്ട് കാക്കണേ അല്ലാഹ് ഈയിടെയായിട്ട് ഞങ്ങൾ വയനാട് കള്ളാടിയിൽ ആ മണ്ണിടിച്ചിലിന്റെ രംഗം കണ്ടു അല്ലാഹ് അങ്ങനെയുള്ള അപകടങ്ങള് ദുരന്തങ്ങള് ബലാകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ് നിമിഷ നേരം കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പെടുന്ന അതാ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരവസ്ഥ അല്ലാഹ് തൗബക്ക് സമയമില്ല ഒന്ന് പൊരുത്തപ്പെടിക്കാനുള്ള സമയമില്ലാതെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഈയിടെയായി ഞങ്ങളുടെ വിട പറഞ്ഞു പോയ എന്റെ അയൽവാസി ഞങ്ങളോടൊപ്പം പലതവണ സിയാറത്തിൽ പോകുന്ന അബ്ദുൽ അസീസ് അല്ലാഹുവേ അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് ഖബർ സ്വർഗീയമാക്കണേ അല്ലാഹ് ഈ സദസ്സിലുള്ള ഉമ്മമാരും ഉപ്പമാരും അല്ലാഹ് പലർക്കും പല മുറാദുകളുണ്ട് രോഗികളുണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ് അർച്ചനെ പനി മാറി പാടെ ഇവിടെ എത്തിയവരുണ്ട് ഇനി അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ് നിന്റെ മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് നീ രോഗം കൊടുത്ത് പരീക്ഷിച്ചു അവരുടെ അത്ര ഈമാൻ ഞങ്ങൾക്കില്ലല്ലോ
ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഇഖ്ലാസും വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ അല്ലാഹ്. രോഗം നിന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. പൈശാചിക രോഗം നൽകല്ല അല്ലാഹ്. ശാരീരിക രോഗം നൽകല്ല അല്ലാഹ്. മാനസിക രോഗം നൽകല്ല അല്ലാഹ്. ഒരു വിധേനയുള്ള രോഗങ്ങളൊന്നും ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് നീ ഹിഫ്ള് നൽകണേ അല്ലാഹ്. പൈശാചിക രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ശാരീരിക മാനസിക രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തിൽ സ്മരിക്കുന്ന മഹാനരായ ഖുതുബുസ്സമാൻ മമ്പുറന്തങ്ങളെ ബർക്കത്ത് കൊണ്ട് ആദിലായ ശിഫ തന്ന് കാമിലായ സിഫത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ നൂറാകുന്ന ഇൽമും ഈമാനും ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. പഠിച്ചവനെ സൽ സ്വഭാവികളിൽ ചേർക്കണേ അല്ലാഹ്. പരീക്ഷകളൊക്കെ അടുക്കാനിരിക്കുകയാണ്. നീ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. നല്ല മക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിശുദ്ധമായ പരിശുദ്ധമായ ഞങ്ങളെ കരളിന്റെ കാതലായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വൽ മാസം ഞങ്ങളിലേക്ക് ഒരു മാസത്തിന് ശേഷം ആഗതമാകുകയാണ്. അതാ ഞങ്ങളിലേക്ക് ആഗതമാകുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ച് അവിടുത്തോടുള്ള മുഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. അതിന് പറ്റുന്ന രൂപത്തിൽ ഞങ്ങളാക്കി തരണേ അല്ലാഹ്. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തദി والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إضاء يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبتعي والحبيب العربي. ഞങ്ങൾക്ക് മുത്തുനബി തങ്ങളോട് ആ പരിശുദ്ധമായ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹു അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന ഹതഭാഗ്യം തൊട്ട് കാക്കണേ അല്ലാഹ്. വലം കയ്യിൽ ഏട് ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളോട് പറയപ്പെട്ട ദുആ കൊണ്ട് കടപ്പെട്ടവരെയും നീ ചേർക്കണേ അല്ലാഹ്. അതാ മഹ്ശറിൽ ഞങ്ങൾക്ക് നീ സദസ്സൊരു ആശ്വാസമാക്കി തരണേ അല്ലാഹ്. ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ചെല്ലിയത് അല്ലാഹുവേ സാധാരണ 1-2 മണിക്കൂറുകൾ ചെല്ലുന്നതിനധികം ഞങ്ങൾ ഈ മജ്ലിസിന് വേണ്ടി ചെലവഴിക്കുന്നു. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സന്തോഷം ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഇന്നൊക്കെ ഇവിടെ പറയുന്നവരുടെ ആ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ വീട്ടിൽ നീ വലിയ സന്തോഷവും ആശ്വാസവും നൽകണേ അല്ലാഹ്. ഈ വീട്ടിൽ ഉപ്പക്കും ഉമ്മക്കും നീ ഇസ്സത്ത് റാഹത്ത് ഫതഹ് സലാമത്ത് നൽകണേ അല്ലാഹ്. ഖൈറായ മുറാദുകൾ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. മുറാദുകളെ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഹൃദയാന്തരങ്ങൾ അറിയുന്ന റബ്ബാകുന്ന നീ ഏറ്റെടുത്ത് വേണ്ട പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. സിഹ്ർ, ഐന്, നാപ്പൂര്, കണ്ണേറ്, പിരാക്ക്, മാട്ടുമാരണങ്ങൾ എല്ലാ പൈശാചിക ശാരീരിക മാനസിക രോഗങ്ങളും ഈ സ്വലാത്ത് മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് അസ്ഹാബ് ബദരീകളെ ഹഖ് കൊണ്ട്
എല്ലാ തട്ടിമുട്ടുകളും നീ പൊട്ടിച്ച് കളയണേ അല്ലാ. ബലാ മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, സഹോദരിമാരുടെ പുറത്തു പറയാൻ പ്രയാസമുള്ള രോഗമുള്ളവരുണ്ട്, നീ അവർക്ക് നീ ആശ്വാസവും ശിഫയും നൽകണേ അല്ലാ. ഞങ്ങളെ വീട്ടില്, കുടുംബത്തില്, വാഹനങ്ങളില്, ജോലിയിലെ, ഏർപ്പാടില്, കടകളില്, തൊഴിലെല്ലാ വിവിധ മേഖലകളിലും ദായിമായ ബറക്കത്ത് നൽകണേ റഹ്മാനേ. റാഹത്ത് നൽകണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അറ്റാക്ക്, ട്യൂമർ നൽകില്ല അല്ലാ. തലവേദന, കൈവേദന, കണ്ണുവേദന, ചെവിവേദന, മറ്റ് ആന്തരികങ്ങൾക്ക് വേദന, കാൽമുട്ട് വേദന, പ്രയാസം നൽകില്ല അല്ലാ. അല്ലാഹുവേ, എന്റെ ഭാര്യയുടെ വലിയ ഹോസ്പിറ്റലിലാണ്. ഈ അല്ലാഹുവേ, എന്നെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ ആജിലായി ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉമ്മക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. റാഹത്ത് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും ഇൽഫത്തും സക്കീനത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ സദസ്സിൽ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള നീയത്തൊക്കെ അറിയുന്ന റബ്ബാകുന്ന നീ ഏറ്റെടുത്ത് വേണ്ട പരിഹാരം നൽകണേ അല്ലാ. ഈ സദസ്സിലേക്ക് സംഭാവനകൾ നൽകിയവർ, ഈ സദസ്സിലേക്ക് ചായകൾ നൽകുന്നവർ, വെള്ളം നൽകുന്നവർ, അതുപോലെ ഈ സദസ്സിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഫതഹ് നൽകണേ അല്ലാ. ആശ്വാസം നൽകണേ അല്ലാ. ഞങ്ങൾ ഏർവാടി പോക്കില് അറക്കാസുമ്മ ബീവിയുടെ സവിധത്തില് വെച്ച് ആ സ്റ്റെപ്പ് കയറുമ്പോ വീണ ഉമ്മ ഈ സദസ്സിലുണ്ട്. ആ ഉമ്മക്ക് നീ ആജിലായി ശിഫ കൊടുക്കണേ അല്ലാ. അവിടുത്തെ മുറി പെട്ടെന്ന് ഉണക്കി നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ, നീ പ്രയാസം നൽകല്ല അല്ലാ. ആക്സിഡന്റ് മരണങ്ങള്, ദുരന്തങ്ങളും മുസീബത്തുകളും, മയ്യത്ത് കിട്ടാത്ത മരണങ്ങള്, അങ്ങനെയുള്ള പല മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ കരളിന്റെ കാതലായ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على دينك خير الخلق كلهم. അല്ലാഹുവേ, ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാ. ഞങ്ങളെ പരിശുദ്ധമായ മക്കയിലെത്തിക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ റൂഹിനെ പിടിക്കല്ലേ അല്ലാ. പടച്ചോനെ റബ്ബേ, ഞങ്ങളെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലെത്തി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദുനാ യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈമാനിക ഉന്നമനത്തോടെ വിളിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിധി കൂട്ടണേ അല്ലാഹ്. അതിനു മുമ്പ് ഞങ്ങൾ റോഡിനെ പിടിക്കല്ലേ റബ്ബേ. നിന്റെ ഹൃദയിലായി ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ആരോഗ്യം നൽകണേ അല്ലാഹ്. രണ്ട് ലോകത്ത് ഞങ്ങൾ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. സില്ലത്തിലാക്കല്ലേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് അവരുടെ ചായവും കടിയൊക്കെ നൽകിയവരുണ്ട്. അവരെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. സ്വർഗീയ വിഭവങ്ങൾ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. മുൻപ് ഈ സദസ്സിനെ സഹായിച്ച് സഹകരിച്ചവരുണ്ട്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. വെറുതെ ആക്കല്ലേ അല്ലാഹ്.
ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ മഹത്വത്തോടൊപ്പം സ്വർഗത്തിലെ നരകം തൊടാതെ ഒരുമിച്ച് കൂട്ടി തന്നെ അല്ലാഹ്. ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത, പ്രയാസമില്ലാത്ത സുഖലോക സ്വർഗത്തിലെ റബ്ബാകുന്ന നിന്നെ കാണുന്ന സ്വർഗത്തിലെ നരകം തൊടാതെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد رسول أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله നമുക്ക് ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ളാഹി തരട്ടെ. ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ സന്തോഷം സ്വർഗ്ഗത്തിൽ വെച്ച് പറയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മുടെ വിജയികളിൽ ചേർത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ നരകം തൊടാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.